നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റ് ചെയ്താൽ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാതെ ചെയ്തിട്ട് പിന്നീട് അറിയുകയാണ് അത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അപ്പം പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നാണ് പറയുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് തെറ്റായി പോയല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് നമ്മൾ വിഷമിക്കുകയാണ് അതേക്കുറിച്ച് ഓർത്ത്. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പ്രായശ്ചിത്തമാണ് എന്നാണ് പറയുന്നത്. അതായത് ചെയ്ത തെറ്റിനെ ഓർത്ത് വിഷമിക്കുക, ആ ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതൊരു പ്രായശ്ചിത്തമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ചില സമയങ്ങളിൽ നമുക്കങ്ങനെ ഒക്കെ ഉള്ള ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കാര്യമറിയാതെ ഒരാളോട് ദേഷ്യപ്പെടും, ചിലർ തല്ലുക വരെ ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരു പക്ഷേ നമ്മളത് എന്താ സംഭവിക്കുക, നമ്മൾ അവരെ മനസ്സിലാക്കുമ്പോൾ അത് വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെതിരെ പ്രതികരിച്ച് അതൊരു പ്രശ്നമാക്കി മാറ്റി മറ്റൊരാൾക്ക് ഒരു അപമാനമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദോഷമുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രശ്നമുണ്ടാക്കുകയാണ് നമ്മൾ. സംഭവം യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് പോലും നമ്മൾ ആ സമയത്ത് ചിന്തിക്കാതെ അല്ലെങ്കിൽ തിരക്കാതെ നമ്മൾ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി മാറ്റുന്നു. എന്നിട്ട് ആ പ്രശ്നത്തിന് ശേഷം പിന്നീടാണ് അറിയുന്നത് അങ്ങനെയല്ലായിരുന്നു, സത്യം ഇതായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത്, എടുത്തു ചാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ എന്തറിഞ്ഞാലും എന്ത് കേട്ടാലും നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി അതിനുവേണ്ടി പ്രതികരിക്കുകയല്ല, കാര്യം എന്താണെന്നറിയണം. ഇപ്പോൾ ഒരു കേസുണ്ടാകുക എന്ന് വിചാരിക്കുക, ഒരാളെ കൊന്നു അല്ലെങ്കിൽ തല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കേസുണ്ടായാൽ എന്തിനാണ് കോടതി വെച്ചിരിക്കുന്നത്? ഒരു കോടതിയിൽ എന്താണ് നടക്കുന്നത്? വാദി പ്രതി അല്ലേ? അപ്പം അവിടെ നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു അല്ലേ? അപ്പം അതിൻ്റെ സമയമുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുക, 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുക. ഇപ്പം കോടതി ഒഴിവാണ്, അതായത് അവധിയാണെങ്കിൽ അടുത്ത അതുമായി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായാലും കൊണ്ടുപോയി നമ്മളെ ഈ പ്രതിയെ ഹാജരാക്കുക. എന്നിട്ട് റിമാൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് വാങ്ങിച്ച് പ്രിസണിലേക്ക് അയക്കുക എന്നാണ് ആദ്യത്തെ കടമ്പ. പിന്നീട് എന്താണ് ചെയ്യുക? ഈ പ്രതിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അറിയാനും ഉള്ള അവസരങ്ങളുണ്ട്. അവർക്ക് എതിരെയുള്ള പരാതി എന്താണ്, അതിൽ വാദി നൽകിയിട്ടുള്ള മൊഴികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാനുള്ള അവകാശം ഈ പ്രതിക്കുണ്ട്. അയാൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഇതെല്ലാം അയാളെ അറിയിക്കണം. അപ്പം അയാൾക്ക് വേണ്ട ആഹാരം ഉൾപ്പെടെയല്ലേ നമുക്ക് ജയിലുകളിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പം അയാൾക്ക് പ്രത്യേകം പരിഗണന നൽകുന്നു, മാനുഷിക പരിഗണന നൽകണം എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ റിമാൻഡിലേക്ക് പോകുന്നു. അതിന് കഴിഞ്ഞിട്ട് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു അല്ലേ? അപ്പോൾ ഓരോ കേസിൻ്റെയും പ്രാധാന്യമനുസരിച്ചാണ് അയാൾക്ക് ജാമ്യം കിട്ടുന്ന രീതിയും നിൽക്കുന്നത്. ചെയ്ത തെറ്റെന്താണോ അതിനനുസരിച്ചാണോ ജാമ്യം പെട്ടെന്ന് കിട്ടുമോ, അല്ല സാധാ കോടതിയിൽ നിന്നല്ല ഹൈക്കോടതിയിൽ പോകണോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പ്രതി ചെയ്ത കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും കുറഞ്ഞതൊരു 14 ദിവസം ഉറപ്പായും ജയിൽ മിക്കവാറും ഒരുമാതിരിപ്പെട്ട കേസിനെല്ലാം പ്രതികൾ കിടക്കേണ്ടി വരും. പിന്നെ ഓരോരുത്തരുടെയും സ്വാധീനവും പണവുമൊക്കെ ഉപയോഗിച്ച് ഓരോരുത്തരും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചാർജ് ഷീറ്റും എന്ന് പറയും, അത് കൊടുത്ത് കോടതിയിലേക്ക് കേസ് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതി ഹാജരാകണം. അങ്ങനെ അതിന് വിചാരണ തുടങ്ങുമ്പോൾ വാദിക്കും പ്രതിക്കും പറയാനുള്ളത് പറയാം. അതിനുശേഷം രണ്ടും കേട്ടതിന് ശേഷം നമ്മുടെ പ്രതിയുടെ അഡ്വക്കേറ്റ് വാദിയുമായിട്ട് സംസാരിക്കും അല്ലേ? അങ്ങനെ
എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി എടുക്കും. അപ്പം അതൊക്കെ വക്കീലിനൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട കേസിൽ നിന്നൊക്കെ ആളുകൾ തലയൂരി പോകുന്നുണ്ട്. അപ്പം തെളിവുകളാണ് അവിടെ പ്രധാനമായിട്ടും നോക്കുന്നത്. ഒരാളൊരു കുറ്റം ചെയ്തെന്നാൽ തെളിയിക്കണം. അത് തെളിയിക്കാതെ വരുമ്പോഴാണ് പ്രതികൾ തെറ്റ് ചെയ്താലും ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ അല്ലേ, ജഡ്ജ് എന്താണ് ചെയ്യുന്നത്? ഈ രണ്ട് ഭാഗത്തുമുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ് അല്ലേ. കേട്ടതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ആ തീരുമാനത്തിലേക്ക് പോകാനും അവർക്കും കുറേ അടിസ്ഥാന കാര്യങ്ങളുണ്ട് അല്ലേ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ശിക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ശിക്ഷ കൊടുക്കണമെങ്കിൽ അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ശിക്ഷ കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വിധി വരുന്നത്. അപ്പം അതിൽ ആ വിധിയിലെല്ലാം ഡീറ്റെയിലായിട്ട് എഴുതിയിട്ടുമുണ്ടാകും. അങ്ങനെയാണ് ഒരു കാര്യത്തിൽ വിധി ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു കാര്യങ്ങളെങ്കിലും നടക്കണ്ടേ. ഒരാൾ പറയുമ്പോൾ അതെന്ത് പറയുന്നു, എങ്ങനെയാണ്, മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് ഇല്ലേ. കോടതികൾ അത്രയും സമയമെടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജീവിതത്തിലും നമ്മൾ കുറേയൊക്കെ സമയമെടുത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കണ്ടേ ഇല്ലേ. അല്ലാതെ ഒരാളെ കേട്ട പാതി കേൾക്കാത്ത പാതി ശിക്ഷിക്കുകയല്ലല്ലോ വേണ്ടത്. ശരിയല്ലേ അല്ലേ. അപ്പോൾ തെറ്റ് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള മനസ്സ് തെറ്റ് ചെയ്ത ആൾക്ക് ഉണ്ടാവണം. പശ്ചാത്താപം വേണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. അത് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരിക്കലും നിങ്ങൾ തോൽക്കുകയല്ല, നിങ്ങൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം തെറ്റ് പറ്റിയാൽ തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. അത് ഒരു അംഗീകാരം തന്നെയാണ്. എവിടെയും പറയും ഞാൻ ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ തെറ്റ് ആർക്കും പറ്റാം.